അതായത് ഗേസ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ചില്ലിയാണ്. എഗ് ചില്ലി അതിന് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമുള്ള സാധനം ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനം സവാള, ക്യാപ്സിക്കം, ജിഞ്ചർ, പച്ചമുളക്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുട്ട, വെളിച്ചെണ്ണ, കടുക്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളൊരു സ്പെഷ്യൽ എഗ് ചില്ലി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മളതിനകത്തേക്ക് കടുകിടുന്നു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിനകത്തേക്ക് കുറച്ച് സവോള ഇടും. സവോള, ഇഞ്ചി, ക്യാപ്സിക്കം, പച്ചമുളക്. ഇഞ്ചി, ക്യാപ്സിക്കം, പച്ചമുളക് ഇത്രയും സാധനം ഇട്ട് നമ്മൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ എഗ് ചില്ലി അതിൽ നമ്മൾ സെപ്പറേറ്റായിട്ട് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ചേർത്തേക്കുന്നത് ഒരു ക്യാപ്സിക്കമാണ്. അതാണ് ക്യാപ്സിക്കം എഗ് ചില്ലി. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുട്ട. ഇത്രയും സാധനം ഇട്ടാണ് എഗ് ചില്ലി ഉണ്ടാക്കുന്നത്. അത് മൂത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ പൊടികളെല്ലാം അതിലേക്ക് ചേർക്കുകയാണ്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. എല്ലാം ശേഷം ചൂടായതിന് ശേഷം നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് സവോള. ചെറിയ ചെറിയ വീഡിയോകളുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുമായി ബെല്ലൈക്കൺ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ഒഴിക്കുക. മുട്ട ഒഴിച്ച് 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് തിക്കായി വരും. ഇതാണ് മക്കളെ ക്യാപ്സിക്കം എഗ് ചില്ലി. ഇതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കുക, ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക, അപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക. ഇപ്പോൾ ഒരു ചപ്പാത്തിയാണ് റെഡി ആയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും അവരവരുടെ വീടുകളിലും റൂമുകളിലും ഫ്ലാറ്റുകളിലും താമസ സ്ഥലത്തും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. എന്ന് തങ്കച്ചൻ കൈപ്പറ്റൂർ. താങ്ക് യു. റെഡിയേ. ഇതാണ് മക്കളെ എഗ് ചില്ലി ഓംലെറ്റ്. ക്യാപ്സിക്കം എഗ് ചില്ലി ഓംലെറ്റ്.